ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമുക്ക് ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് ചിക്കൻ തന്തൂരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കിയ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് വരഞ്ഞു വെക്കണം. മസാലയ്ക്ക് നല്ലതുപോലെ പിടിക്കാൻ കണക്കാക്കി ഇതുപോലെ ഒന്ന് വരഞ്ഞു വയ്ക്കാം. ഞാൻ ലെഗ് പീസാണ് 4 എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസ് ഇതുപോലെ ആക്കി വയ്ക്കാം. ഞാൻ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചിട്ട് ഒരു നാരങ്ങ ഇതിലോട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാൻ. നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ട് ഇങ്ങനെ വിതറി കൊടുക്കുക. അത് നല്ലതുപോലെ എല്ലായിടും ആകുന്ന രീതിയിൽ ആക്കുക. അതിൻ്റെ മുകളിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. അടുത്തതായി നമുക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ്. കളറുള്ള മുളക് പൊടി നോക്കി ഒരു 3 ടേബിൾ സ്പൂൺ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. ഞാൻ ചെറിയ ടേബിൾ സ്പൂണിലെ 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ചിക്കൻ 2 രീതിയിൽ കോട്ടിങ് ചെയ്ത് വെക്കും. ഇത് ഒന്നാമത്തേതാണ്. ഇത് ഇത്രയും ചേർത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് ചിക്കനിൽ മസാല നല്ലതുപോലെ ആകുന്ന രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. മസാലയൊക്കെ ചേർത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് ഒരു 1/2 മണിക്കൂർ ഇതിനെ ഇതുപോലെ ഇങ്ങനെ വെക്കുക. അരമണിക്കൂറിന് ശേഷം നമുക്കിനി അടുത്ത മസാല ഒന്ന് തയ്യാറാക്കാം. ഒരു ബൗളിലോട്ട് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈര് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത നല്ല കട്ടി തൈരായിരിക്കണം. അധികം പുളിപ്പും പാടില്ല. ഞാനൊരു അരിപ്പിലോട്ട് തൈര് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് ഈ ബൗളിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല കളറുള്ള കുറച്ച് എരിവും കൂടെ ഉള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ 2 ടേബിൾ സ്പൂൺ. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മേത്തിയാണ്, ഉലുവ ഇല. അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാക്കിയതാണ്, അതായത് ഒന്ന് വറുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയാണ് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയിട്ട് വേണം നമുക്കിത് കൈ കൊണ്ട് തന്നെ പൊടിച്ചൊന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചാറ്റ് മസാലയാണ്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല അധികം ചേർത്താൽ മതിയാകും. ചാറ്റ് മസാല ചേർക്കുമ്പോഴാണ് ഇത് കൂടുതലൊരു ടേസ്റ്റ്. അങ്ങനെ ഞാൻ അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തുള്ളി ഫുഡ് കളറും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടി. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു 2 നാരങ്ങയുടെ ജ്യൂസ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുറച്ച് വീതമാണ് ഞാൻ നാരങ്ങയുടെ ജ്യൂസ് ഇതിലോട്ട് ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നിർബന്ധമായും 2 നാരങ്ങ തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ആ നാരങ്ങയുടെ ആ ഒരു ഫ്ലേവറൊക്കെ കൂടെ വരുമ്പോഴാണ് നമ്മുടെ ചിക്കൻ തന്തൂരി നല്ല ടേസ്റ്റ് ആകുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ മസാല ചിക്കനിലോട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. മസാല ചേർത്ത ചിക്കൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 1 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ചിക്കൻ തന്തൂരി തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. ഈ 4 പീസും ഒരുമിച്ച് അതിൽ നിൽക്കത്തക്ക ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ മീതെ 1 പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിപ്പമുള്ള വലിയ പീസാണ് എടുത്തിരിക്കുന്നത്. ആ ബട്ടർ നല്ലതുപോലെ ഒന്ന് ഉരുകി നമ്മുടെ എണ്ണയിൽ
ഈ ബട്ടർ ചേർക്കുന്നത് നമ്മുടെ തന്തൂരി ചിക്കൻ നല്ല ടേസ്റ്റാണ്. ബട്ടർ എന്തായാലും ഒരു ചെറിയ പീസെങ്കിലും ചേർക്കുക. ഇത് ഒരു പീസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വീതം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരുക്കി ഇതിലോട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഓരോ ചിക്കൻ പീസും ഇതുപോലെ ഒന്ന് വയ്ക്കാം. ചിക്കൻ പീസുകളൊക്കെ എല്ലാം നിരത്തി വെച്ചതിന് ശേഷം ബാക്കി മസാലയും കൂടെ ഇതിൻ്റെ മീതെ ഒന്ന് തേച്ച് കൊടുക്കാം. അഞ്ച് മിനിറ്റ് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് വേണം ഈ ചിക്കൻ തയ്യാറാക്കാൻ. അതിനുശേഷം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കുക. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ആയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 5 മിനിറ്റും 10 മിനിറ്റും കൊണ്ട് ചിക്കൻ ഒന്നും ആകില്ല. അപ്പോൾ നമുക്കിത് സമയം എടുത്ത് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഫ്ലെയിം നല്ല കൂട്ടിയാൽ ഇത് കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഒരു മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിതിനെ ഇങ്ങനെ വെച്ചത്. ഇനി നമുക്ക് ഇതിനെ മറിച്ചിട്ടതിന് ശേഷം നമുക്കിനി അതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു ചെറിയ തട്ട വെച്ച് കൊടുക്കുക. അതിലോട്ട് 2 പീസോ 1 പീസോ ചാർക്കോൾ ഒന്ന് കനലാക്കി അതിലോട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മീതെ 1 പീസ് ബട്ടറും കൂടെ വെച്ചതിന് ശേഷം നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ച് വേണം ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ. ഇതുപോലെ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കുക. ഈ സ്മോക്കിംഗ് സ്മെല്ലും കൂടെ നമ്മുടെ തന്തൂരി ചിക്കനിലോട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. ഇത് കുറച്ച് സമയമെടുത്ത് മീഡിയം ഫ്ലെയിം ലോ ഫ്ലെയിം അങ്ങനെ മാറി തിരിച്ചും കുറച്ച് സമയമെടുത്ത് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇതിലൊക്കെ ബട്ടർ ഇച്ചിരി പീസുകൾ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ചിക്കന്. ഇതിപ്പോൾ ഇതുപോലെ അടച്ച് വയ്ക്കുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അടപ്പൊക്കെ ഒന്ന് മാറ്റി നോക്കി ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനെ വീണ്ടും അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കാം. മൊരിഞ്ഞ് വരുന്ന അരപ്പിനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. മീതെ കരിഞ്ഞിരിക്കുന്ന അരപ്പിനെയും ഇളക്കി ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ കിടക്കുന്ന സമയമാകുമ്പോൾ നമ്മളിനി ഇതിൻ്റെ സെൻറ്ററിൽ സൈഡിലൊക്കെ ഉള്ള കരിഞ്ഞ അരപ്പൊന്ന് മാറ്റി കൊടുക്കുക. അത് മാറ്റിയതിന് ശേഷം ചിക്കൻ പീസുകൾ മാത്രം വെച്ച് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് ഏതാണ്ട്, എന്നാലും കുറച്ചുകൂടി ഒന്ന് ആവണം. ഇത് കരിഞ്ഞതല്ല, ഇത് മീതത്തെ അരപ്പാണ് കരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഈ ബട്ടറിൽ കിടന്ന് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ വെന്ത് മൊരിഞ്ഞ് കിട്ടുന്നതാണ്. ഈ അരപ്പ് ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ കരിയുന്ന അരപ്പിനെ മാറ്റി കൊടുക്കുക. ഈ ബട്ടറും പിന്നെ എണ്ണയും കൂടെ മാത്രമുള്ള ഇത് വെച്ച് നമ്മുടെ ചിക്കൻ തയ്യാറാക്കിയെടുക്കുക. ഇപ്പോൾ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. ഇത് മതിയാകും ഇത്രയും തന്നെ. ഇനി നമുക്കൊന്ന് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തന്തൂരി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഓണാക്കി ഇടുക. നമ്മൾ ഈ തന്തൂരി ചിക്കൻ കഴിക്കുമ്പോൾ സലാഡും നാരങ്ങയൊക്കെ യോജിച്ച് അതുകൂടി ചേർത്ത് വേണം കഴിക്കാൻ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആവുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.